ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് ദി ആരോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 16 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ വിശേഷങ്ങളും ജനാഭിപ്രായങ്ങളും നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് വെറും 4 മണ്ഡലങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെയാണ്. ഹലാൽ, ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ല എക്കാലവും LDFന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ജനങ്ങളാണ് കണ്ണൂരിലുള്ളത്. കഴിഞ്ഞ 2021 അസംബ്ലി ഇലക്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ, കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിലും LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതായാണ് കണ്ടത്. ഇത്തവണ നമ്മൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നിരീക്ഷിക്കുമ്പോൾ എന്തായിരിക്കും കണ്ണൂരിലെ അവസ്ഥയെന്ന് വിശദീകരിക്കാം. ശ്രീ ലാലു പറഞ്ഞതുപോലെ കണ്ണൂർ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ CPIMൻ്റെയൊക്കെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ലോക്സഭയിൽ വരുമ്പോൾ അത് ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടാവുന്ന സ്ഥിതി പലപ്പോഴും വന്നിട്ടില്ല. എന്നാൽ നിയമസഭയിൽ അത് ശക്തമായി തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാറുമുണ്ട്. ലോക്സഭയിൽ നമ്മളിപ്പോൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, 2009 കെ സുധാകരനാണ് അവിടെ നിന്ന് MP ആയി ജയിച്ചു വരുന്നത്. അതിനുശേഷം PK ശ്രീമതി അവിടെ ജയിച്ചു വരികയാണ് 2014. 2019 വീണ്ടും കെ സുധാകരൻ തന്നെ ജയിച്ചു വരുന്നു. ഇപ്പോൾ അടുത്തൊരു ഇലക്ഷനിലേക്ക് പോകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ ഇല്ലെങ്കിൽ CPIMൻ്റെയൊക്കെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ അതേ തരത്തിലുള്ള ശക്തമായ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ സ്വാഭാവികമായി എല്ലാ മേഖലയിലും ഉണ്ടായ ഒരു മാറ്റം നമ്മൾ നേരത്തെ നിരവധി വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ കോൺഗ്രസ് വീണ്ടും ഗവൺമെൻറ് രൂപീകരിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ വന്ന മാറ്റമായിരുന്നു. കേരളത്തിലൊരു UDFൻ്റെ തരംഗം പോലെ വരിക ചെയ്തത്. അത് 2021 മാറി ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗതുല്യമായി തന്നെ വന്നു. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ കണ്ണൂരെന്ന് മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിരവധിയായ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് കണ്ണൂരും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ആ ശക്തമായ തീക്ഷ്ണമായ ഇലക്ഷൻ ചൂടിലാണ് കണ്ണൂർ. അതിപ്പോൾ നമ്മൾ അവിടുത്തെ മത്സരാർത്ഥികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കെ സുധാകരൻ വീണ്ടും വരുന്നത് ഞാൻ കണ്ണൂർ വീണ്ടും നിലനിർത്തും എന്ന അവകാശവാദത്തിലൂടെയാണ്. അവിടെ ഇടതുപക്ഷം അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി MV ജയരാജനാണ്. അവിടെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ദീർഘകാല പൊതുപ്രവർത്തന രംഗത്തും പാർലമെൻ്ററിയൻ എന്ന തെളിയിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. അതുമാത്രമല്ല കണ്ണൂരിലെ എല്ലാ ജനങ്ങളുടെ ഇടയിലും നല്ല സ്വാധീനമുള്ള ആളാണ് MV ജയരാജൻ. അതുപോലെ BJPയുടെ C രഘുനാഥ് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അപ്പോൾ ശക്തമായൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി കണ്ണൂരിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിന്നെ BJPയെ എതിർക്കാൻ ആര് എന്ന ചോദ്യമാണ് കണ്ണൂരിൽ നന്നായി ചർച്ച ചെയ്യപ്പെടുന്നത്. അത് മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂരിൽ കൂടുതലത് വരാൻ ഒരു കാരണമുണ്ട്. ഒരു ഘട്ടത്തിൽ KPCCയുടെ പ്രസിഡൻ്റൂടെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി കെ സുധാകരൻ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞ് വേണ്ടി വന്നാൽ ഞാൻ BJP പോകും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് NDA ഗവൺമെൻറ്റിനെ എതിർക്കുവാൻ ഇല്ലെങ്കിൽ BJPയെ എതിർക്കുവാൻ ഇവിടുന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി തയ്യാറാകുമോ എന്നൊരു പ്രശ്നം. അദ്ദേഹം തന്നെ മറ്റൊരു ഘട്ടത്തിൽ മീഡിയയോട് പറഞ്ഞത്, ഞാൻ പണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ണൂരിലെ ജനങ്ങളുടെ ഇടയിൽ നന്നായി ചർച്ചയാണ്. ഒരു ഘട്ടത്തിൽ RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറയുക, മറ്റൊരു ഘട്ടത്തിൽ പറയുന്നു എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട, ഇല്ല ആരുടെ ഉപദേശമൊന്നും വേണ്ട, വേണ്ടി വന്നാൽ ഞാൻ BJP പോകുമെന്ന് പറയുന്നു. അങ്ങനെ കെ സുധാകരൻ ഇതൊക്കെ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ വീണ്ടും ഒരു ലോക്സഭാ ഇലക്ഷനിൽ ഫേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ, കണ്ണൂരിലെ ജനത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം BJPയെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണോ? മനസ്സിലെവിടെയോ ഒരു അതിനോടുള്ള ഒരു താതാമ്യം പ്രാപിച്ച മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ഒരു അനുഭാവം കിടക്കുന്നില്ലേ എന്നൊരു സംശയം വരുന്നു. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ BJPയുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ 3 പാർലമെൻറ്റ് ഇലക്ഷനും BJP 75,000 അടുത്ത് പോലും വോട്ട് പിടിച്ചിട്ടില്ല. 50,000 60,000 ആ റേഞ്ചിലാണ് BJPയുടെ വോട്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു അനുഭാവഭാവം കെ സുധാകരൻ സ്വീകരിക്കുന്നതുകൊണ്ടാവാമോ? അത് അല്ല, ആ ഒരു ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. ആ ആരോപണം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാര്യം കെ സുധാകരൻ ഇലക്ഷനിൽ നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ BJPയുടെ വോട്ട് കുറയുകയും ആ വോട്ട് കെ സുധാകരൻ ലഭ്യമായി എന്നുള്ള ചർച്ച ശക്തമായി ഇലക്ഷൻ കഴിയുമ്പോഴൊക്കെ വരാറുണ്ട്. കണക്ക് സഹിതം വരാറുണ്ട്. ശ്രീലാലു പറഞ്ഞ പോലെ അതൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തീക്ഷ്ണമായ ഒരു ചർച്ചയിലേക്കും മത്സരത്തിലേക്കും പോകുന്നത്.
നമ്മൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വീട് വീടാന്തരം കയറിയിറങ്ങുന്ന വിവിധ മുന്നണികളുടെ പ്രവർത്തകർ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ ചർച്ച അവിടെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂരിലെ റിസൾട്ട് വരാൻ പോകുന്നത് തീരുമാനിക്കപ്പെടുന്നത് കൃത്യമായ മതേതര ഗവൺമെൻറ്റിൻ്റെ ഒരു വേണം എന്ന നിലയിലേക്കായിരിക്കും. ഒരു മതേതര ഗവൺമെൻറ്റായി ഇന്ത്യയെ നിലനിർത്തുവാൻ എന്താണ് ചെയ്യുന്നത്, ആരാണ് അതിന് ഇടപെടുന്നത്, ആര് മുന്നിട്ട് പ്രവർത്തിക്കും? ഈ കാര്യത്തിൽ ഈ മൂന്നുപേരും മത്സരിക്കുന്നുണ്ടെങ്കിലും എം വി ജയരാജനെയും കെ സുധാകരനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു കണ്ണൂരിൽ ജനത. അത് നമുക്ക് ജനാഭിപ്രായം കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയും. നമുക്കിനി ജനാഭിപ്രായത്തിലേക്ക് കിടക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാനാണ് ഈ യാത്ര. ആഗ്രഹിക്കുന്നത് ജയരാജേട്ടൻ തന്നെ ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർ ചെയ്യുന്ന എല്ലാ ഇത് എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും അതാണ് ഏറ്റവും നല്ല ഇത്. അതുകൊണ്ട് LDF വരണം ആഗ്രഹിക്കും. LDF വരണമെന്നാണ് 110% വിശ്വസിക്കുന്നത്. ഞാൻ ജയരാജനൊപ്പരുള്ളി ആളാ. ആണോ? അതുകൊണ്ട് ജയരാജൻ ജയിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് LDF ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? LDF നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ജയിക്കണമെന്നില്ല ആഗ്രഹം. ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. താമര ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സുധാകരൻ ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? സുധാകരൻ്റെ ആശയമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ട്. ഓ, LDF ജയിക്കണമെന്ന്. LDF എന്തുകൊണ്ടാ? ഇപ്പോഴത്തെ കേന്ദ്ര ഭരണം പിന്നെ എല്ലാവരും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നു. അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇപ്പം വിശ്വസിക്കാൻ പറ്റുമല്ലോ. പിന്നെ വെച്ചാൽ ഇതിന് മുമ്പിലേത്തെ അവർ മാറാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അഴിമതി കൊണ്ടാണ്, രജിസ്റ്റർ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് അവർ മാറിയത്. ഇപ്പോൾ അവരെ ജയിപ്പിച്ചു വിട്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, എല്ലാവരും മാറി മാറി പോയില്ലേ. നിലവിലെ MP കുഴപ്പം ഒന്നും ചെയ്തിട്ടാണല്ലോ പറയുന്നത്. പിന്നെ പറഞ്ഞു ലോകസഭയിൽ പോയിട്ടു പിന്നെ കൃത്യമായി വേണ്ടുന്ന കാര്യം നമ്മളെ കണ്ണൂർ വേണ്ടിയിട്ട് ഒന്നും ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അറിയണ്ടാവോ? ഉണ്ടാവാൻ സാധ്യത നമ്മളറിയില്ല. സാധാരണ എന്തെങ്കിലും ശിലാസാവെല്ലാം ഉണ്ടാവും, പക്ഷേ എവിടെയും കണ്ടതായിട്ട് കണ്ടിട്ടില്ല. കണ്ണൂർ ലോക്സഭാ മണ്ഡലം സുധാകരൻ ജയിക്കുമെന്നാണ് തോന്നുന്നു. അങ്ങനെയാ തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം UDF ജയിച്ചത്, അതിലൊരു വലിയൊരു മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. അത് പുതിയൊരാൾ പറയാം, നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരാൾ പറയാം. അതായത് ഇടതും പലതും തിരഞ്ഞെടുക്കപ്പെട്ട് ഒരുപാട് വോട്ട് കൊടുത്ത് ഇപ്പോൾ പുതിയൊരാളെ ഏത് പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് BJP ആണ്. രഘുനാഥ് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. LDF എന്തുകൊണ്ടായിരുന്നു? എന്തുകൊണ്ടോ ഇപ്പം LDF അല്ലാണ്ട് വേറെ ആരാ വരേണ്ട കിട്ടാ? ഈ സാഹചര്യത്തിൽ വേറൊരു പാർട്ടിക്കാരൻ എന്തിനു ഉള്ളു ഇടാ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നോട്ട് വേണ്ട ഇടാ. LDF അല്ലാണ്ട് വേറെ ആരാ? നിങ്ങൾക്ക് തന്നെയാ തോന്നുന്നു. അല്ല എന്നാലും പറയാ, നമ്മൾ പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളുടെ LDFന് തന്നെ എന്ത് ചെയ്താൽ LDF വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഒരു നിലനിൽപ്പുണ്ടാവും. കേസുധൻ ജയിക്കണമെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മളെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ 10 വർഷമായിട്ട് ഇപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്നത്, അതുപോലെ കേരളത്തിൽ കൂലിയില്ല, വേഗയില്ല, മറ്റുള്ള അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ തിരിച്ചു വരണം. നമ്മുടെ ജയരാജൻ്റെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ജയരാജേട്ടൻ തന്നെ ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം. സുധാകരൻ ജയിക്കും. ആണല്ലേ? എന്തുകൊണ്ടാ? സുധാകരൻ ഇന്നത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് മറ്റ് വർഗീയതയും മറ്റുള്ളതെല്ലാം നോക്കുമ്പോൾ സുധാകരനാണ് ജയിക്കേണ്ടത്. ജയരാജൻ. ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ജയരാജല്ലാണ്ട് വേറെ ആര്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷം? ഇടതുപക്ഷേ നമുക്ക് ജനപക്ഷത്തുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ മറ്റേ എന്താണ് പറയുക, പിന്നെ മറ്റേ കോർപ്പറേറ്റുകൾക്കും മറ്റു തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് ഇടത് വരണം എന്നാണ്. ഇടത് വരണം ഉറപ്പായിട്ടും. നമ്മുടെ സാധാരണ കൈയിൻ്റെ ആളാണ്. ആണോ? സുധാകരൻ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? അങ്ങനെയല്ലേ ഇപ്പോൾ CPM-യുടെ കൂടുതലായിട്ട് ഇവിടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നാമതെന്ന് പറയുമ്പോൾ നമ്മുടെ CPM-ന്റെ കോട്ടയല്ലേ ഇത്, ഒന്നാമത് മുഖ്യമന്ത്രിയുടെ നാടും കൂടിയല്ലോ, അതുപോലെ അതേ ചാൻസ് ഉണ്ട്. MP ജയരാജൻ. എന്തുകൊണ്ടാണ് അത്? ഇന്നത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുൻഗണനകൾ നൽകി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജയരാജൻ. അതുകൊണ്ട് ജയരാജൻ തന്നെ ജയിക്കണം. UDF ജയരാജനാണ്. എന്തായാലും LDF ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ? ഭരണം നല്ല ഭരണമാണ്. UDF ജയിക്കും എന്നാണ് കേട്ടത്. വോട്ട് UDF-നാണ്. MP ജയരാജൻ. എന്തുകൊണ്ടാണ്? MP ജയരാജൻ ഈ
എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ 27% ഫണ്ട് കിട്ടിയിട്ട് ചിലവാക്കിയത്. പിന്നെ മണ്ഡലത്തിൽ ഉണ്ടായില്ല. പിന്നെ അയാളെ പറ്റി പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എം പി ജയരാജൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഒരാളാണ്, നമുക്ക് എല്ലാ കാര്യത്തിനും ബന്ധപ്പെടുന്ന ഒരാളാണ്. എന്ത് കാര്യവും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എം പി ജയരാജൻ. എന്തുകൊണ്ടാണ്? എം പി ജയരാജൻ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിന് കുറച്ച് എന്തുകൊണ്ട് ഇടതുപക്ഷം വന്ന്? ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ മതേതരത്വം എല്ലാം നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം ഇപ്പോഴും വേണം. ദി ആരോസിൻ്റെ ടീം കണ്ണൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ജനാഭിപ്രായങ്ങൾ തേടിക്കഴിഞ്ഞു. ഈ ജനാഭിപ്രായങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഹലാലിൻ്റെ നിഗമനം എന്താണ്? നമ്മൾ നിരവധി വീഡിയോയിൽ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എന്ന് ഇതിലും പറയേണ്ടി വരികയാണ്. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആ മണ്ഡലത്തിലെ ആളുകളുടെ അഭിപ്രായം മുൻകൂട്ടി നിരവധി സോഴ്സിലൂടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആമുഖം അവതരിപ്പിക്കുന്നത്. എന്നാൽ കൺക്ലൂഷനിലേക്ക് വരുന്നത് ആ ജനാഭിപ്രായം കൂടെ വന്നത് ചേർത്ത് വെച്ച ക്രോഡീകരണമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആദ്യം നമ്മുടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് ഇവിടെ ശരിവെക്കുന്ന തരത്തിലാണ്. അതിൻ്റെ സൂചനകളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായും ഈ BJP എതിർക്കുന്നത് ആര് എന്ന ചോദ്യം. ഈ നമ്മുടെ ഇതിൻ്റെ ആളുകളുടെ അഭിപ്രായം കേട്ട് അതിലേക്ക് വരുമ്പോൾ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി പറയേണ്ട ഘട്ടത്തിലും മികച്ചു നിൽക്കുന്നതിലെ മേലിൽ നിൽക്കുന്ന അഭിപ്രായം ഇത് തന്നെയാണ്. BJPയെ എതിർക്കാൻ, ഇല്ലെങ്കിൽ സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുവാൻ, അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി വാദിക്കുവാൻ ശക്തനായ ഒരാൾ, അതാര് വേണം? ഈ 3 പേരിൽ ഈ ചർച്ച അവിടെ ജനങ്ങളുടെ ഇടയിൽ വരുന്നു. ആ ഘട്ടത്തിലാണ് പാർലമെൻറ്റിനകത്തെ കെ സുധാകരൻ്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ അദ്ദേഹം പാർലമെൻറ്റിനകത്ത് ഇടപെട്ടത് വളരെ അപൂർവമായിട്ടാണ്. ചോദ്യങ്ങളുടെ എണ്ണം നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ചർച്ചകളിൽ ഇടപെട്ടതിൻ്റെ നോക്കിയാൽ കാണാൻ കഴിയും. ജനങ്ങൾക്ക് താല്പര്യമുള്ള, കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട്. ഇത് പിന്നെ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പെർഫോമൻസ് കൃത്യമായ രേഖസഹിതം പബ്ലിക്കിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ പാർലമെൻറ്റിനെ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താൻ ഇരുന്ന ആൾ ഒരു ഘട്ടത്തിൽ മീഡിയയുടെ അദ്ദേഹം ചോദിക്കുകയാണ്, അവിടെ പാർലമെൻറ്റിൽ പോയി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റിൽ പോയി കിളയ്ക്കാം. ഇതൊരു ജനപ്രതിനിധി എന്ന് പറയേണ്ട ഒരു അഭിപ്രായമല്ല. ഇത് വളരെ നെഗറ്റീവായ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ അവിടെ MV ജയരാജന് കൂടുതൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിഷ്പക്ഷമായി നമുക്ക് വിലയിരുത്തി പറയാൻ കഴിയും. കാരണം ജനം എന്താ നോക്കുന്നത്? ഈ കഴിഞ്ഞ കാലത്ത് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ കെ സുധാകരൻ പാർലമെൻറ്റിനെ എങ്ങനെ ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തി ഇതിനെ ഇന്ത്യയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അലംഭാവം കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അതൊരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കി ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള സംഘപരിവാർ അല്ലെങ്കിൽ BJP ഗവൺമെൻറ് നീക്കത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന ആളല്ല കെ സുധാകരൻ എന്ന് പറയാം. അപ്പോൾ ആ നിലയിൽ ഇവർ തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ MV ജയരാജൻ മുന്നോട്ട് വരുന്നു. നമുക്കൊരു ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയാൻ കഴിയുന്നത് ഈ 3 പേരെ തമ്മിൽ വോട്ടർമാർ തുലനം ചെയ്യുകയും MV ജയരാജനാണ് താരതമ്യേനെ കെ സുധാകരനേക്കാൾ മെച്ചമായി നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ കേരളത്തിന് വേണ്ടി വാദിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ ഗവൺമെൻറ് കൊണ്ടുവരുന്ന അജണ്ടയ്ക്കെതിരെ പ്രതിരോധിക്കുവാൻ ശക്തമായി MV ജയരാജൻ നിൽക്കും എന്നവിടെ ജനങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ഇലക്ഷൻ നോക്കുമ്പോൾ കണ്ണൂർ ആര് നേടും എന്ന ചോദ്യത്തിൽ കണ്ണൂർ MV ജയരാജൻ നേടും എന്ന് പറയേണ്ടി വരുന്നു. ഇവർ തമ്മിലുള്ള അന്തരം കുറവാണ്, സംശയമില്ല. കട്ടയ്ക്കുള്ള പോരാട്ടം എന്നൊക്കെ നമ്മൾ പച്ചമലയാളത്തിൽ പറയാറില്ലേ? അപ്പോൾ കട്ടയ്ക്കുള്ള പോരാട്ടമാണ്. പക്ഷേ അവിടെ ഒരു മേൽക്കൈ MV ജയരാജനുണ്ട്. അതാണ് നമുക്കിപ്പോൾ ദൃശ്യമാകുന്നത്. അത് നമുക്ക് ജനങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയുന്നു. ഇതാണ് ആരോസിൻ്റെ അഭിപ്രായം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീ MV ജയരാജൻ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.